മുനമ്പത്തെ താമസക്കാരിൽ നിന്ന് ഭൂനികുതി വാങ്ങാൻ സർക്കാരിന്റെ തീരുമാനം. ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിക്കും. എന്നാൽ ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ച ശാശ്വത പരിഹാരം വേണം എന്നാണ് മുനമ്പം സമരസമിതിയുടെ പ്രതികരണം. വഖഫ് രജിസ്റ്ററിൽ നിന്ന് മുനമ്പം ഭൂമി മാറ്റി എല്ലാ റവന്യൂ അവകാശങ്ങളും പുനഃസ്ഥാപിക്കണം എന്നാണ് ആവശ്യം. എല്ലാ റവന്യൂ അവകാശങ്ങളുമാണ് വേണ്ടത്. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന റവന്യൂ അവകാശങ്ങളെല്ലാം പുനഃസ്ഥാപിക്കുക. ഒരു പണം കൊടുത്ത് വാങ്ങിച്ച ഭൂമിയാണ്. 10-35 വർഷങ്ങളോളം എല്ലാ റവന്യൂ അവകാശവും ഉണ്ടായിരുന്നൊരു ഭൂമിയാണ്. അത് പെട്ടെന്ന് ഒരു ദിവസം ഇല്ലാതാകുകയാണ്. അതിന് കാരണം വഖഫ് രജിസ്റ്ററിൽ ഈ ഭൂമി ചേർത്തെടുത്തുകൊണ്ടാണ്. അപ്പോൾ അത് ഇല്ലാതാക്കുക. അത് ഇല്ലാതാക്കി കഴിഞ്ഞെങ്കിൽ ഞങ്ങൾക്ക് എല്ലാ റവന്യൂ അവകാശങ്ങളും വീണ്ടും പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ അതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതാണ് ശാശ്വത ഒരു പരിഹാരം. മാത്രമല്ല ഞങ്ങൾ ഈ സമരം ചെയ്യുന്നതെല്ലാം അതിനു വേണ്ടിയാണ്. ഞങ്ങൾക്ക് വേണ്ടത് ശാശ്വതമായ പരിഹാരം. റവന്യൂ അവകാശങ്ങൾ മുഴുവൻ സ്ഥാപിച്ചു തന്ന് വഖഫ് ബോർഡിന്റെ രജിസ്റ്ററിൽ നിന്നും അന്യായമായി എഴുതിയെടുത്തിരിക്കുന്ന ആ വഖഫ് ബോർഡിന്റെ രജിസ്റ്ററിൽ നിന്നും ഞങ്ങൾക്ക് വിടുതൽ കിട്ടണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. ഫറൂഖ്, മുനമ്പത്തെ താമസക്കാർക്ക് കരമടയ്ക്കാമെന്നത് സർക്കാർ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഉണ്ടായത് നിയമപരമായ കാലതാമസം മാത്രമെന്നും MV ഗോവിന്ദൻ. നേരത്തെ തന്നെ കരമടക്കാം എന്ന് ഗവൺമെൻറ് സമ്മതിച്ചതാണ്. പിന്നീട് അതിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ളവരുടെ കേസും കുഴപ്പവും കൊണ്ടാണ് കരമടക്കാൻ സമ്മതിക്കാതിരുന്നത്. അവർ കോടതിയുടെ ഭാഗമായിട്ടാണ് പലരും വേണ്ടാന്ന്. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യനെ ഒരാളെയും എന്തിൻ്റെ പേരിലും കുടിയൊഴിപ്പിക്കാൻ പാടില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ശ്രീകാന്ത് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, സർക്കാർ ഇപ്പോൾ അടിയന്തരമായി സ്വീകരിക്കുന്ന നിലപാട് എന്താണ് വിഷയത്തിൽ? നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് കോടതിയുടെ പരിഗണനയിലുണ്ട്. ഈ കേസ് ഈ അവധിക്ക് ശേഷം കോടതി പരിഗണനയ്ക്ക് എടുക്കുകയുമാണ്. ആ ഘട്ടത്തിൽ ഈ റിപ്പോർട്ടും കോടതിയുടെ മുൻപാകെ വരും. സംസ്ഥാന സർക്കാർ അവരുടെ നിലപാട് അറിയിച്ചിരിക്കുന്നത് ടൈറ്റിൽ മാറാതെ ഈ ഭൂനികുതി അടയ്ക്കുന്നതിനുള്ള കരമടയ്ക്കുന്നതിനുള്ള അനുമതി ഇവർക്ക് നൽകുകയാണ്. AG ഇതിന്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കി നിലവിൽ ഈ റവന്യൂ സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. റവന്യൂ സെക്രട്ടറിയാണ് ഇനി അത് പരിശോധിച്ച് തിരികെ നൽകുന്നതും അത് കോടതി പരിഗണനയ്ക്ക് എടുക്കുന്നതും. പക്ഷേ ഇതിലൊരു പ്രശ്നം ഈ സമരസമിതിക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്, ഇതിൽ വഖഫിന്റെ രജിസ്റ്ററിൽ നിന്നും ഭൂമി മാറുന്നില്ല. വഖഫിന്റെ രജിസ്റ്ററിൽ തന്നെ ഭൂമി കിടക്കുകയാണ്. ഒപ്പം തന്നെ ഇവർക്ക് കരമടയ്ക്കാനുള്ള അനുമതിയും നൽകുന്നു. അതുകൊണ്ട് തങ്ങൾക്ക് ഗുണമില്ല എന്നുള്ളതാണ് ഈ സമരസമിതി പറയുന്നത്. ഇത് വഖഫിന്റെ രജിസ്റ്ററിൽ നിന്നും മാറ്റി പൂർണ്ണമായും തങ്ങളുടെ ഉടമസ്ഥതയിലേക്ക് വന്ന് കരമടയ്ക്കുന്നതിനുള്ള അനുമതി, ശാശ്വതമായ പരിഹാരം, അതാണ് അവരാവശ്യപ്പെടുന്നത്. ടൈറ്റിൽ മാറണം എന്നുള്ളത് അവരുടെ ആവശ്യം. എന്നാൽ ടൈറ്റിൽ മാറില്ല, അല്ലാതെ കരമടയ്ക്കാം. ഈ അനുമതിയാണ് ഇപ്പോൾ നൽകുന്നത്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം, സമരസമിതിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആദ്യഘട്ട വിജയം എന്ന് വേണമെങ്കിൽ ഇതിനെ ചൂണ്ടിക്കാണിക്കാം. കാരണം അവരുടെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്ന് ഈ കരമടയ്ക്കാനുള്ള അവകാശമായിരുന്നു. അതിപ്പോൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷേ ടൈറ്റിൽ മാറില്ല. വഖഫിന്റെ രജിസ്റ്ററിൽ ഭൂമി തുടരും. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.